കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിൽ 2018-19 നിയോജക മണ്ഡലം ആസ്തി വികസന പദ്ധതിയിൽ നിന്നും 50,24,000 രൂപ ചെലവഴിച്ച് കുറ്റിച്ചൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിച്ച പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം അരുവിക്കര MLA ശ്രീ ജി സ്റ്റീഫൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജി മണികണ്ഠൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ശ്രീ ജി മനോജ് കുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ റിപ്പോർട്ട് അവതരണം നടത്തി. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ശ്രീമതി എ മിനി ജില്ലാ പഞ്ചായത്ത് അംഗം, ശ്രീമതി എ രതിക വൈസ് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത്, ശ്രീമതി എലിസബത്ത് സെൽവരാജ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, അഡ്വക്കേറ്റ് ബി രാജീവ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി രമേശ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീ വി രമണി, പഞ്ചായത്ത് അംഗം ഡോക്ടർ അനിൽ DMO തിരുവനന്തപുരം, ഡോക്ടർ അനോജ് DPO തിരുവനന്തപുരം, ഡോക്ടർ നീതു ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ തുടങ്ങിയവർ സംസാരിച്ചു. വനമേഖലയിലെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ച് നമ്മൾ നടത്തുമ്പോൾ ഞങ്ങൾ പ്രധാനമായിട്ടും 2 ആവശ്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. ആ 2 ആവശ്യങ്ങളിൽ ഒന്ന്, ബഹുമാനപ്പെട്ട അഡീഷണൽ DMOയും DPM കേട്ടോണ്ടിരിക്കുന്നതോട് ഞാൻ അവരുടെ ശ്രദ്ധയിൽ കൂടെ പതിയുന്നതിന് വേണ്ടിയാണ് പറയുന്നത്. കഴിഞ്ഞ ഈ നമ്മുടെ കുറ്റിച്ചൽ പഞ്ചായത്തിലെയും അരുവിക്കര മണ്ഡലത്തിലെയും ആരോഗ്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി വീണ ജോർജിന്റെ സാന്നിധ്യത്തിൽ ഒരു മീറ്റിംഗ്, ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു മീറ്റിംഗ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ചേരുകയുണ്ടായി. ആ മീറ്റിംഗിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്നിഹിതനായിരുന്നു. ആ മീറ്റിംഗിൽ ഞങ്ങൾ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആശുപത്രിയെ ഒരു 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ആശുപത്രിയായി മാറ്റണം. ഇപ്പോൾ 6 മണി വരെ പ്രവർത്തിക്കുന്ന OP പ്രവർത്തിക്കുന്നത്. 6 മണി വരെയാണ് OP എങ്കിൽ 7 മണി വരെ ഇവിടുത്തെ ഡോക്ടർമാർ ഇരിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്നാലും നിയമപ്രകാരം 6 മണി വരെ മതി. നേരത്തെ എന്തായിരുന്നു സ്ഥിതി? 2 മണി വരെ OP ഉള്ളൂ. 2 മണി വരെ ഉള്ള OP ഈ സർക്കാർ 6 മണി വരെ. ഈ ആശുപത്രിയെ സംബന്ധിച്ച് നമ്മുടെ ആഗ്രഹം ഇവിടെ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രി വേണം. കാരണം വനമേഖലയിലുള്ള ആളുകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കേണ്ട ആശുപത്രിയാണ്. സ്വാഭാവികമായും ഇവിടുന്ന് ഒരു 3.5 കിലോമീറ്ററിന് അപ്പുറത്താണ് ആരനാട് CHSC പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമപ്രകാരം നമുക്കിത് ലഭിക്കാൻ കഴിയില്ല. എന്നാൽ ആദിവാസി മേഖലയിലെ ജനങ്ങളെ കൂടെ അവരുടെ ചികിത്സാ സമ്പ്രദായം അല്ലെങ്കിൽ അവരുടെ ചികിത്സയ്ക്ക് സഹായകരമാകുന്ന ഒരു ആശുപത്രിയാണ് ഇവിടെ എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ അത്തരത്തിലുള്ള ഒരു നിലപാടെടുക്കാൻ അപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി ഹെൽത്ത് ഡയറക്ടറോട് നിർദ്ദേശിക്കുകയും ആ റിപ്പോർട്ട് പരിശോധനകൾ കഴിഞ്ഞ് ഹെൽത്ത് ഡയറക്ടറേറ്റിലേക്ക് എത്തി അത് ഗവൺമെന്റിലേക്ക് പോകേണ്ട സാഹചര്യത്തിൽ എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.